ഇന്ന് നമുക്ക് രണ്ട് ചങ്ങാതിമാരുടെ കഥ പറയാം. ചങ്ങാതിമാരുടെ കഥ നല്ലതല്ലേ കേൾക്കാൻ? കന്യാകുബ്ജത്തിലാണ് കഥ നടക്കുന്നത്. ചന്ദ്രാപീഠൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു അവിടെ. ധവളമുഖൻ എന്നൊരു സേവകനും ഉണ്ടായിരുന്നു രാജാവിന്. അയാൾ ഭാര്യാസമേതം മറ്റൊരു വീട്ടിലാണ് താമസം. പക്ഷെ ഇന്നും ഭക്ഷണം കഴിച്ച ശേഷമാണ് അയാൾ വീട്ടിലെത്തുക. അതിന്റെ കാരണം ചോദിച്ച ഭാര്യയോട് തനിക്ക് കല്യാണവർമ്മ എന്നും വീരബാഹു എന്നും രണ്ട് ചങ്ങാതിമാരുണ്ടെന്നും അവർ തന്നെ പ്രാണനിലുമേറെ സ്നേഹിക്കുന്നുണ്ടെന്നും അവരുടെ നിർബന്ധം മൂലം അവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നതെന്നും ധവളമുഖൻ പറഞ്ഞു. അപ്പൊ ഭാര്യ പറഞ്ഞു, ആ സുഹൃത്തുക്കളെ തനിക്ക് കൂടി പരിചയപ്പെട്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞു. അത് കേട്ട സമയത്ത് അദ്ദേഹം ഭാര്യയോടൊപ്പം സുഹൃത്തുക്കളുടെ വസതിയിലേക്ക് പോയി. ആദ്യം എത്തിയത് കല്യാണവർമ്മന്റെ ഭവനത്തിലാണ്. അയാൾ അവരെ യഥോചിതം സ്വീകരിച്ച് സൽക്കരിച്ചു. തുടർന്ന് അവർ വീരബാഹുവിന്റെ വീട്ടിലെത്തിയപ്പോൾ അയാൾ ചൂത് കളിക്കുകയായിരുന്നു. അയാൾ കളി നിർത്താതെ അവർക്ക് സ്വാഗതം പറഞ്ഞതേ ഉള്ളൂ. സൽക്കാരത്തിനൊന്നും തുനിഞ്ഞതുമില്ല. മടങ്ങിപ്പോന്നപ്പോൾ അവൾ ഇക്കാര്യം ഭർത്താവിനോട് സൂചിപ്പിച്ചു. ഈ കാര്യങ്ങൾ രണ്ട് ദിക്കിലായിട്ട് കേൾക്കണം. അപ്പൊ ഇദ്ദേഹം പറയുന്നു, നീ കരുതും പോലെ ഒന്നല്ല കാര്യം. ഒരു പരീക്ഷണം നടത്തിയത് നിനക്കത് ബോധ്യമാകും. നാളെ നീ തനിയെ പോകണം കേട്ടോ. അവിടെ അവർ രണ്ടുപേരെയും ചെന്ന് കാണണം. രാജാവ് എന്നോട് കോപിച്ചിരിക്കുന്നു എന്നറിയിക്കണം. അപ്പോൾ ഇരുവരും എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കുക. പിറ്റേന്ന് നമ്മൾ കല്യാണവർമ്മനെ ചെന്ന് കണ്ട് രാജകോപത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറയണു, പ്രിയ സഹോദരി, ഞാനൊരു കച്ചവടക്കാരൻ മാത്രമാണ്. രാജാവിനോട് എനിക്ക് എന്ത് ചെയ്യാനാവും? അതിനാണ് മറുപടി പറഞ്ഞത്. അവൾ ഉടനെ വീരബാഹുവിനെ ചെന്ന് കണ്ട് വിവരം പറഞ്ഞു. ഉടനെ വീരബാഹു ആളും പരിചയമെടുത്ത് പുറപ്പെട്ടില്ല രാജധാനിയിലേക്ക്. രാജധാനിക്ക് പുറത്തു കാത്തുന്ന ധവളമുഖൻ അയാളെ തടഞ്ഞു. സ്നേഹിത, രാജാവിന് ഇപ്പോൾ എന്നോടുള്ള അപ്രീതി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. പിന്നീട് അയാൾ ഭാര്യയോട് ചോദിച്ചു, ഇപ്പോൾ നിനക്ക് എന്ത് തോന്നുന്നു? ഇരുവരും നല്ല ചങ്ങാതിമാരാണ്. പക്ഷേ എണ്ണയും നെയ്യുമായിരിക്കുമെന്ന് അറിയുക. പ്രകാരം ഗോമുഖൻ കഥ പറഞ്ഞു നിർത്തി. നരവാഹനത്തിൽ സ്നേഹപൂർവ്വം അയാളെ അഭിനന്ദിക്കുകയും ചെയ്തു. കാക്കകളും മൂങ്ങകളും നോക്കാം. നമുക്ക് എന്താ കാക്കകളും മൂങ്ങകളും ചെയ്യുന്നത് എന്ന് നോക്കാം. പിറ്റേന്ന് പ്രഭാതത്തിൽ നരവാഹനത്തിൽ തന്റെ പിതാവായ വത്സരാജനെ ദർശിക്കാൻ അദ്ദേഹത്തിന്റെ സന്നിധിയിലേക്ക് ചെന്നു. പകൽ മുഴുവൻ രാജ്യകാര്യങ്ങളിൽ മുഴുകിയ ശേഷം രാത്രി ആയതോടെ തന്റെ മന്ത്രി സുഹൃത്തുക്കളുമായി ഒത്തുകൂടി ഗോമുഖൻ വീണ്ടും കഥ പറയാൻ തുടങ്ങി. പണ്ട് 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 ഒരിടത്ത്, അങ്ങനെ കഥ തുടങ്ങുക. പണ്ട് 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 ഒരിടത്ത് വലിയൊരു പേരാൽമരത്തിൽ മേഘവർണ്ണൻ എന്നൊരു കാകരാജാവും, കാക്കയുടെ ഒക്കെ പേര് കേട്ടോ, മേഘവർണ്ണൻ, പ്രജകളും പാർത്തിരുന്നു. അതേ വൃക്ഷത്തിൽ തന്നെ കാക്കകളുടെ ജന്മശത്രുക്കളായ മൂങ്ങകളും അവരുടെ രാജാവായ അവമർദ്ദന്റെ ഭരണത്തിൽ വസിച്ചിരുന്നു. ഒരു രാത്രി ഉറങ്ങിക്കിടന്ന കാക്കകളെ രാത്രിചാരികളായ മൂങ്ങകൾ പട്ടം ചേർന്ന് ആക്രമിച്ചു. നിരവധി കാക്കകൾ മരണമടയുകയും ചെയ്തു. പിറ്റേന്ന് പ്രഭാതത്തിൽ ക്രുദ്ധനായ കാകരാജൻ തന്റെ മന്ത്രിപ്രധാനിയായ ഉഡ്ഡീവി, ആഡീവി, സംഡീവി, പ്രഡീവി, ചിരഞ്ജീവി എന്നിവരെ വിളിച്ചു വരുത്തി ഇതിനെങ്ങനെയാണ് പകരം വീട്ടേണ്ടതെന്ന് ആലോചിച്ചു. ഉഡ്ഡീവിയാണ് ആദ്യമായി സംസാരിച്ചത്. അദ്ദേഹം പറയണു, പ്രഭു, ശത്രു പ്രബലനാണെങ്കിൽ സന്ധി സംഭാഷണം നടത്തി നോക്കണം. അതിലും തീർപ്പാവുന്നില്ല മറ്റെവിടെയെങ്കിലും പാർപ്പ് മാറ്റണം എന്നാണ് എന്റെ അഭിപ്രായം. ഇത് കേട്ട് ആഡീവി പറഞ്ഞു, അത് ഭീരുത്വമല്ലേ? ശത്രുവിന്റെ ബലഹീനത കണ്ടെത്തി ആവും വിധം തിരിച്ചടിക്കണമെന്നാണ് എന്റെ അഭിപ്രായം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ സംഡീവി പറഞ്ഞു, ശത്രു എത്ര പ്രബലനായാലും യുദ്ധം ചെയ്യുക തന്നെ വേണമെന്നാണ് എന്റെയും അഭിപ്രായം എന്ന് പറഞ്ഞു. ഇത് കേട്ട് പ്രഡീവി പറഞ്ഞു, നമ്മേക്കാൾ ശക്തരായ ശത്രുക്കളോട് യുദ്ധം ചെയ്താൽ തോൽക്കുകയേ ഉള്ളൂ. അതുകൊണ്ട് തൽക്കാലം സന്ധി ചെയ്തിട്ട് പിന്നീട് തരം കിട്ടുമ്പോൾ തിരിച്ചടിക്കുന്നതാവും ഉചിതം എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട ശേഷം വൃദ്ധനും പക്വമതിയും ബുദ്ധിമാനുമായ ചിരഞ്ജീവി എന്ന മുഖ്യമന്ത്രി പറഞ്ഞു, സന്ധി എന്നൊക്കെ പറയാൻ എളുപ്പമാണല്ലോ, പക്ഷെ ഈ വഞ്ചകന്മാരുടെ മുന്നിൽ ആരാണ് ദൂതുമായി പോകുക? വളരെ ബുദ്ധിപൂർവ്വം ആലോചിച്ച് ചർച്ച ചെയ്ത് വേണം തീരുമാനമെടുക്കാൻ. ഇത് കേട്ട് കാകരാജൻ കാകവർഗവും മുലൂകവർഗവും തമ്മിൽ ഇത്ര വലിയ ശത്രുത ഉണ്ടാകേണ്ട കാരണം എന്താണെന്ന് ചിരഞ്ജീവിയോട് ചോദിച്ചു. അപ്പൊ ചിരഞ്ജീവി മറുപടി പറയണു, അതൊരു കഥാരൂപത്തിൽ പറയണു. വൈരത്തിന് കാരണം വാഗ്ദോഷമാണ്. വാക്ക് നന്നായില്ലെങ്കിൽ ശത്രുത ഉണ്ടാവും. ഒരു കഴുതയുടെ കഥയിലൂടെ ഞാനത് ഉദാഹരിക്കാം എന്ന് പറയുന്നു. ഒരിടത്തൊരു വെളുത്തേടന്നൊരു കഴുത ഉണ്ടായിരുന്നു. വിഴുപ്പ് ചുമക്കലാണ് അവന്റെ ജോലി. പറയാനില്ലല്ലോ, കഴുതയുടെ ജോലി വിഴുപ്പ് ചുമക്കൽ തന്നെയാണ്. കുറെ കാലം ചെന്നപ്പോൾ ആഹാരക്കുറവ് മൂലം കഴുത നന്നെ മെലിഞ്ഞു. അപ്പോൾ വെളുത്തേടനൊരു ബുദ്ധി പ്രയോഗിച്ചു. കഴുതയുടെ ദേഹം ഒരു പുലിത്തോൽ കൊണ്ട് മൂടി
അതിനെ രാത്രിയിൽ അന്യരുടെ നെൽവയലിലേക്ക് ഇറക്കി വിട്ടു. നിലമുടമയായ കർഷകൻ ശരിക്കും ഒരു പുലിയാണെന്ന് കരുതി ഭയപ്പെട്ടു ഓടി. അങ്ങനെ കഴുത എല്ലാ രാത്രിയിലും വയർ നിറച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം മറ്റൊരു കർഷകൻ എന്താ ചെയ്യണേ, തലവഴി കമ്പിളി മൂടിയിട്ടുകൊണ്ട് അമ്പും വില്ലുമായി വയലിലെത്തി. കമ്പിളിയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ കഴുത കരുതി അതും തന്നെ പോലൊരു കഴുത തന്നെ ആവുമെന്ന്. കഴുത ഒരു ചങ്ങാതി കിട്ടിയതിന്റെ ആഹ്ലാദുറക്കെ കരഞ്ഞു. പുലിത്തോലിനടിയിൽ നിന്നും കഴുതക്കത്തിൽ കേട്ടപ്പോൾ കർഷകന്റെ കാര്യം മനസ്സിലായി. അയാൾ അതിനാട്ടിച്ച് കൊന്നു കളഞ്ഞു. വാഗ്ദോഷമല്ലേ കഴുതക്ക് അപകടം വരുത്തിയത്? അതുപോലെ ഒരു വാഗ്ദോഷമാണ് കാക്കകളും മൂങ്ങകളും തമ്മിലുള്ള ആ ജന്മശത്രുതക്ക് കാരണം. ആദ്യകാലത്ത് പക്ഷികൾക്ക് ഒരു രാജാവ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പക്ഷികളെല്ലാം ഒത്തുചേർന്ന് ഒരു രാജാവിനെ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. രാജാവാകാൻ യോഗ്യനാരാണ്? മൂങ്ങയാണ്. അങ്ങനെ ബഹുഭൂരിപക്ഷം പക്ഷികളും പറഞ്ഞു. അങ്ങനെ മൂങ്ങയെ രാജാവായി പ്രഖ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കാക്ക എതിർവാദം ഉന്നയിച്ചു. അരയന്നങ്ങൾ തുടങ്ങിയ അനേകം വിശിഷ്ട പക്ഷികൾ ഉള്ളപ്പോൾ നിങ്ങൾ പകല് കണ്ണ് കാണാത്ത ഈ മണ്ടൻ മൂങ്ങയെ രാജാവാക്കുകയാണ്. എന്നാ പിന്നെ ഈ മീറ്റിംഗെല്ലാം വേണോ? പകല് വിളിച്ച് അവരെ ആക്രമിച്ചിട്ട് കൊന്നൂടെ? കാക്കക്ക് അറിയില്ല പകല് മൂങ്ങക്ക് കണ്ണ് കാണൂലാന്ന്. അങ്ങനെ ചോദിച്ചു. ഒരു സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന നേതാവ് യോഗ്യനും പ്രസിദ്ധനുമായിരിക്കണം. ഉദാഹരണമായി ഞാനൊരു കഥ പറയാം. പിറ്റേന്ന് പ്രഭാതത്തിൽ നരവാഹനദത്തൻ തന്റെ പിതാവായ വത്സരാജനെ ദർശിക്കാൻ അദ്ദേഹത്തിന്റെ സന്നിധിയിലേക്ക് ചെന്നു. പകൽ മുഴുവൻ രാജ്യകാര്യങ്ങൾ മുഴുകിയ ശേഷം രാത്രിയായതോടെ തന്റെ മന്ത്രി സുഹൃത്തുക്കളെ ഒത്തുകൂടി ഗോമുഖൻ വീണ്ടും കഥ പറയാൻ തുടങ്ങി. ഇനി വേറൊരു കഥയാണ് പറയുന്നത്. പണ്ട് ചന്ദ്രസരസ് എന്ന തടാകശീല തീരത്ത് ശീലീമുഖൻ എന്ന മുയൽ രാജാവ് തന്റെ പ്രജകളോടൊപ്പം വാണിരുന്നു. മുയൽ രാജാവാണ് കേട്ടോ. ഒരിക്കൽ വലിയ വരൾച്ച ഉണ്ടായപ്പോൾ കാട്ടിലെ മറ്റെല്ലാ ജലസ്രോതസ്സുകളും വറ്റിപ്പോയി. ദാഹാർത്തനായ ഒരു കൊമ്പനാന ചന്ദ്രസരസിൽ വെള്ളമുണ്ടെന്ന് കണ്ട് അതിലിറങ്ങി വെള്ളം കുടിച്ചു. പക്ഷെ അതിനിടയിൽ അനേകം മുയൽ മാളങ്ങൾ അവൻ ചവിട്ടി അരച്ചു. അനവധി മുയലുകൾ ചാവുകയും ചെയ്തു. ഇതിൽ ദുഃഖിതനായ മുയൽരാജൻ വിജയേന്ദ്രന്റെ മന്ത്രിയെ വിളിപ്പിച്ചു. ഗജേന്ദ്രന്റെ ശല്യം ഒഴിവാക്കാൻ വല്ല മാർഗവും തോന്നുന്നുണ്ടോ എന്ന് രാജാവ് ചോദിച്ചു. വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞ് മന്ത്രി മുയൽ നേരെ ആനയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു: ഗജരാജൻ, ഞങ്ങളുടെ കുലദൈവമായ ചന്ദ്രദേവൻ അയച്ചതാണ് എന്നെ. ശീതളമായ ചന്ദ്രസരസ് തന്റെ വാസസ്ഥലമാണെന്നും അവിടെ വന്ന് മേലിൽ പ്രജകളായ മുയലുകളെ ഉപദ്രവിക്കരുതെന്നും താങ്കളെ അറിയിക്കാൻ ചന്ദ്രദേവൻ ഉത്തരവായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ട ആന പേടിച്ചു പോയി. സുഹൃത്തെ, ചന്ദ്രദേവനെ ഞാനും ആരാധിക്കുന്നു. അദ്ദേഹത്തിന്റെ വെറുപ്പ് സമ്പാദിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. നിങ്ങളുടെ ഇത്ര അടുത്ത ബന്ധുവായ അദ്ദേഹത്തെ എനിക്കൊന്ന് നേരിൽ കാണാൻ അവസരം ഉണ്ടാക്കി തരണേന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, രാത്രിയിൽ വന്ന ചന്ദ്രഭഗവാനെ നേരിട്ട് കാണിച്ചു തരാം. രാത്രി ആന വന്നപ്പോൾ സരസിൽ ആകാശത്തെ ചന്ദ്രന്റെ പ്രതിബിംബം കാണാമായിരുന്നല്ലോ. അത് കണ്ട് ഗജേന്ദ്രൻ അത്ഭുതപ്പെട്ടുപോയി. ചന്ദ്രന് വണങ്ങിയിട്ട് അവൻ മടങ്ങിപ്പോയി. അതിൽ പിന്നെ അവനെന്നല്ല ഒരാനയും ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഇങ്ങനെയാണ് ബുദ്ധി പ്രയോഗിച്ച് ശക്തന്മാരെ കീഴടക്കുന്നത്. ഇതുപോലെ കുലമഹിമയുള്ളവനായിരിക്കണം രാജാവാകുന്നത്. ഈ മൂങ്ങ എന്ത് രാജാവാണ്? കണ്ണുപോലും ശരിക്ക് കാണാത്തവനെ രാജാവായി കരുതാമോന്ന് പറയണു. ഇതിനോട് ബന്ധപ്പെട്ട മറ്റൊരു കഥ ഞാൻ പറയാന്ന് പറഞ്ഞു. അതെന്താ? മുമ്പ് ഞാൻ കൂടുകൂട്ടിയിരുന്ന വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒരു കപിഞ്ചല പക്ഷി കൂടുണ്ടാക്കി വസിച്ചിരുന്നു. ഇടക്ക് കുറച്ചു കാലത്തേക്ക് ആ പക്ഷി എവിടേക്കോ പോയി, പറന്നുപോയി. ഈ സമയത്ത് ഒരു മുയൽ ആ കൂട്ടിൽ കയറി താമസമായി. പക്ഷിയുടെ കൂട്ടിലാ. പക്ഷി മടങ്ങി വന്നപ്പോൾ അത് തന്റെ വീടാണെന്നും മാറിത്തരണമെന്നും മുയലിനോട് ആവശ്യപ്പെട്ടു. മുയലാകട്ടെ ഇപ്പോൾ തന്റെ കൈവശാവകാശമാണ് പ്രധാനമെന്നും മാറേണ്ട ബാധ്യതയില്ലെന്നും വാദിച്ചു. ഒടുവിൽ അവരൊരു മധ്യസ്ഥനെ തേടിപ്പോയി. ഒപ്പം ഞാനും ഉണ്ടായിരുന്നു. സന്യാസിയെ പോലെ കണ്ണടച്ച് ഭജിച്ചു കൊണ്ടിരുന്ന ഒരു വൃദ്ധനായ പൂച്ചയുടെ മുന്നിലാണ് എത്തിയത്. ഇതൊരു മഹാത്മാവാണെന്ന് കരുതി തങ്ങളുടെ തർക്ക വിഷയം അവതരിപ്പിച്ച് തീർപ്പുണ്ടാക്കണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ പറഞ്ഞു, പൂച്ച മാർജാരൻ. സന്യാസി പറയുന്നു, നിങ്ങൾ പറഞ്ഞതൊന്നും ഞാൻ ശരിക്ക് കേട്ടില്ലല്ലോ. കുറച്ചുകൂടി അടുത്ത് വന്ന് പറയൂന്ന്. എന്നിട്ട് പൂച്ച പറഞ്ഞത് കേട്ടോ അവരിരുവരും അടുത്ത് ചെന്നു. ആ ദുഷ്ടൻ ഒറ്റപ്പെടുത്തതിന് രണ്ടുപേരെയും വായിലാക്കി കളഞ്ഞു. പോരെ?
മുയലിനെയും പിടിച്ചു, പിന്നെന്താ മറ്റേ പക്ഷിനി. അതുകൊണ്ട് നേതാവാകാൻ യോഗ്യത ഉള്ളവനെ വേണം ആ സ്ഥാനത്തിരുത്താൻ എന്ന് കാക്ക പറഞ്ഞത് കേട്ട് ശരിവെച്ച് പക്ഷികളെല്ലാം പറന്നുപോയി. അങ്ങനെ മൂങ്ങായുടെ രാജ്യാഭിഷേകം മുടങ്ങുകയും ചെയ്തു. അന്നു മുതലാണ് മൂങ്ങകളെ കാകവർഗത്തിന് ശത്രുക്കളായത്. ഇപ്രകാരം വൃദ്ധനായ ചിരഞ്ജീവി പറഞ്ഞത് കേട്ട് കാകരാജാവും മറ്റുള്ളവരും ചിന്താവിഷ്ടരായി. ചിരഞ്ജീവി വീണ്ടും പറഞ്ഞു, മൂങ്ങകൾ സംഖ്യാബലമുള്ളവരാണ്. കൂട്ടം കൂടിയാൽ ആരെയും തോൽപ്പിക്കാൻ കഴിയും. ദൃഷ്ടാന്തമായി ഞാൻ വേറൊരു കഥ കൂടി പറഞ്ഞു തരാട്ടോ. പണ്ട് 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 ഒരു സാധു ബ്രാഹ്മണൻ ഒരു ആട്ടിൻകുട്ടി വിലക്ക് വാങ്ങി തോളിലേറ്റി വീട്ടിലേക്ക് പോവുകയായിരുന്നു. ദുർമാർഗികളായ കുറെ ചെറുപ്പക്കാർ അത് കണ്ടു. ബ്രാഹ്മണനെ കബളിപ്പിച്ച് ആടിനെ സ്വന്തമാക്കണമെന്ന് നിശ്ചയിച്ച് അവർ വഴിയിൽ പലയിടത്തായി മാറി മാറി നിന്നു. ആദ്യത്തെ ആൾ ബ്രാഹ്മണനോട്, എന്തിനാണങ്ങ് നായയെ തോളിലേറ്റി നടക്കുന്നത് എന്ന് ചോദിച്ചു. അതേതോ ഭ്രാന്തനാണെന്ന് കരുതി ബ്രാഹ്മണൻ മുന്നോട്ട് നടന്നു. അടുത്ത തെരുവിൽ എതിരെ വന്നയാൾ പൊട്ടിച്ചിരിയോട് ചോദിച്ചു, പട്ടിക്കെന്താ അങ്ങോട്ടൊപ്പം നടക്കരുതോ? എന്തിനാണ് ചുമക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ബ്രാഹ്മണന് സംശയമായി. ഇതിനി ആടല്ല പട്ടിയായിരിക്കുമോ? അല്ല, ഇത് ആട് തന്നെ. അയാള് വീണ്ടും നടന്നു. അപ്പോഴത്തെ 4-5 പേർ നടന്നു വരുന്ന, അയ്യയ്യേ, അങ്ങൊരു ബ്രാഹ്മണനല്ലേ, എന്നിട്ടെന്താ ഈ പട്ടിയെ ചുമലിലേറ്റ് നടക്കുന്നത്? ശുദ്ധാശുദ്ധമൊന്നുമില്ലേ അങ്ങേക്ക്? ഇതും കൂടി കേട്ടപ്പോൾ തനിക്ക് തെറ്റുപറ്റിയെന്ന് ഉറപ്പിച്ച് ആ സാധു ബ്രാഹ്മണൻ ആടിനെ താഴെ ഇറക്കി നിർത്തിയിട്ട് നടന്നു പോയി. ആ സൂത്രശാലികൾ അതിനെ കൈക്കലാക്കുകയും ചെയ്തു. സംഘബലമുണ്ടെങ്കിൽ എന്തും സാധിക്കാമെന്നതിന് തെളിവാണ് ഈ കഥ. ചിരഞ്ജീവി കഥ ഇങ്ങനെ പറഞ്ഞിട്ട് കാകരാജാവിനോടായി പറഞ്ഞു. ആ ബ്രാഹ്മണനൊരു കയറ് കഴുത്തിലിട്ടിട്ട് അതിനെ കൊണ്ട് നടന്നുകൂടിയായിരുന്നു. അങ്ങൊരു കാര്യം ചെയ്യണം. എന്റെ ദേഹത്ത് കൊക്ക് കൊണ്ട് ചെറിയ മുറിവുണ്ടാക്കി എന്നെ വൃക്ഷച്ചുവട്ടിൽ തള്ളിയിട്ട് നിങ്ങളെല്ലാവരും തൽക്കാലം മറ്റൊരിടത്തേക്ക് പാർപ്പ് മാറ്റണം. ബാക്കിയൊക്കെ ഞാൻ ആയിക്കൊള്ളാം എന്ന് പറഞ്ഞു. സൂത്രം പറഞ്ഞു കൊടുത്തു. ചിരഞ്ജീവിയുടെ ബുദ്ധിപൂർമ്മതയിൽ വിശ്വാസമുള്ള രാജാവും മറ്റുള്ളവരും അങ്ങനെ തന്നെ ചെയ്തു. ചിരഞ്ജീവി അവിടെ ഒറ്റക്ക് തള്ളിയിട്ട് മറ്റെല്ലാവരും പറന്നകന്നു. രാത്രി മൂങ്ങ രാജാവ് അവമർദ്ദനും പ്രജകളും വൃക്ഷത്തിൽ നിറങ്ങി വന്നപ്പോൾ അവശനായി കിടക്കുന്ന ചിരഞ്ജീവിയെ കണ്ടു. എന്തു സംഭവിച്ചു എന്ന അവമർദ്ദനന്റെ ചോദ്യത്തിന് ചിരഞ്ജീവി പരവശനായി മറുപടി പറഞ്ഞു. ആ പ്രഭു, ഞാൻ കാകരാജാവിന്റെ മുഖ്യമന്ത്രി ചിരഞ്ജീവിയാണ്. അങ്ങയുമായി യുദ്ധം ചെയ്യണമെന്ന് മറ്റു മന്ത്രിമാർ രാജാവിനെ ഉപദേശിച്ചു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, അത് ശരിയല്ല, അങ്ങയോട് സഖ്യമുണ്ടാക്കണമെന്നും പറഞ്ഞു. അത് കേട്ട് ക്രുദ്ധനായ രാജാവ് എന്നെ വല്ലാതെ ശിക്ഷിച്ചു പ്രഭു. ഏകനായി ഉപേക്ഷിച്ച് എല്ലാവരും കൂടി പോവുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഇത് കേട്ട് മൂങ്ങ രാജാവ് തന്റെ മന്ത്രിമാരോട് ഇനി എന്ത് ചെയ്യണം എന്ന് ആരാഞ്ഞു. അത് കേട്ട് ദീപ്തനയനൻ എന്ന മൂങ്ങാമന്ത്രി, ശിക്ഷാർഹമാണെങ്കിലും നമുക്ക് അനുകൂലനായി വരുന്നവനെ രക്ഷിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇനി ഞാനൊരു കഥ പറയാമെന്ന് പറഞ്ഞു. വൃദ്ധനായ ഒരു കച്ചവടക്കാരൻ തന്റെ ധനസ്ഥയുടെ മേന്മ കൊണ്ടൊരു യുവ തരുണിയെ വിവാഹം കഴിച്ചു. ഞാൻ പടുവൃദ്ധനായ അയാളോട് അവൾക്ക് കടുത്ത വെറുപ്പായിരുന്നു. അവളെല്ലാ അനുനയവും നടത്തിയിട്ട് അവൾ അയാളെ ഒന്ന് സ്പർശിക്ക പോലും ചെയ്തില്ല. അങ്ങനെ ഒരു ദിവസം കട്ടിൽ പുറംതിരിഞ്ഞു കിടന്ന അവൾ മുറിയുടെ ഇരുളടഞ്ഞ മൂലയിൽ ഒരു തസ്കരൻ വന്ന് നിൽക്കുന്നത് കണ്ട് പേടിച്ച് വിറച്ചവൾ തന്റെ വൃദ്ധ ഭർത്താവിനെ മുറുകെ പുണർന്നു. അവിചാരിതമായി ഉണ്ടായ ആശ്ലേഷത്തിന് കാരണം എന്തെന്ന് അന്വേഷിച്ചപ്പോഴാണ് കള്ളനെ അയാൾ കണ്ടത്. നീ കള്ളനാണെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ നീ എനിക്കൊരു വലിയ ഉപകാരം ചെയ്തില്ലേ, അതുകൊണ്ട് നിന്നെ ഞാൻ ഭൃത്യന്മാരെ കൊണ്ട് പിടിപ്പിക്കുന്നില്ല കേട്ടോ, വേഗം പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞു. ഈ കഥയിലെ കള്ളനെ പോലെ ചിരഞ്ജീവി നമുക്ക് അനുകൂലനാകുന്നെങ്കിൽ അയാളെ രക്ഷിക്കുകയല്ലേ വേണ്ടത്. ഇത്രയും പറഞ്ഞ് ദീപ്തനയനൻ തലകുനിച്ചു നിന്നു. തുടർന്ന് രാജാവ് വക്രാസനൻ എന്ന മന്ത്രിയോട് അഭിപ്രായം ചോദിച്ചു. പ്രഭു, ശത്രുപക്ഷത്ത് നിന്ന് വരുന്ന ഒരാളെന്ന നിലക്ക് അയാളിൽ നിന്ന് നമുക്ക് അവരുടെ സർവ്വ രഹസ്യങ്ങളും യുദ്ധതന്ത്രങ്ങളും മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണമായി ഞാനൊരു കഥ പറയാം. ഒരു കാര്യങ്ങളൊക്കെ കഥയിലൂടെയാണ് മനസ്സിലാക്കിപ്പിക്കുക. ഒരിടത്തൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ഒരു രാത്രി അയാളുടെ പശുക്കളെ മോഷ്ടിക്കാൻ ഒരു കള്ളൻ വന്ന് തൊഴുത്തിൽ കയറി. അപ്പോഴുണ്ട് ഒരു രാക്ഷസൻ അവിടെ നിൽക്കുന്നു. രാക്ഷസൻ ബ്രാഹ്മണനെ കൊന്നു തിന്നാൻ വന്നതാണെന്നറിഞ്ഞപ്പോൾ കള്ളൻ പറഞ്ഞു,
ഞാൻ ഈ പശുക്കളെ അഴിച്ചു കൊണ്ടുപോയിട്ട് താങ്കൾ അകത്ത് കയറാവൂ, അല്ലെങ്കിൽ ബ്രാഹ്മണൻ ഉടന്നാൽ എന്റെ കാര്യം നടക്കില്ല. ആഹാ, ഗംഭീരായി. രാക്ഷസൻ പറഞ്ഞു, താൻ ബ്രാഹ്മണനെ തിന്നതിന് ശേഷമേ തസ്കരൻ പശുവിനെ അഴിക്കാവൂ എന്ന്. രണ്ടുപേരും തമ്മിൽ ഇക്കാര്യത്തിൽ തർക്കമായി. സംസാരം ഉച്ചത്തിലായി. അപ്പൊ ബ്രാഹ്മണൻ ഉണർന്നു. അയാൾ ഒരു വാളുമായി ചാടി വീണതുകൊണ്ട് തസ്കരൻ രാക്ഷസനും ഓടിപ്പോയി. അവരുടെ കലഹം ബ്രാഹ്മണനും ഗുണമായതുപോലെ കാകരാജാവും ചിരഞ്ജീവിയും തമ്മിലുള്ള കലഹം നമുക്കും സഹായകമായേക്കും എന്ന് പറഞ്ഞു. വക്രാസനന്റെ അഭിപ്രായം കേട്ടതിന് ശേഷം മുങ്ങാരാജാവ് പ്രാകാരകർണനോടാണ് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞു, ശരണാഗതനായി വരുന്നവരെ സഹായിക്കുകയല്ലേ രാജധർമ്മം എന്നാണ് എന്റെ അഭിപ്രായം. പണ്ട് ശിബി ചക്രവർത്തി തന്നെ ശരണം പ്രാപിച്ച പ്രാവിന് വേണ്ടി വന്ന ശരീരം പോലും അറുത്ത് കൊടുത്തില്ലേ മാംസം? അതുപോലെ അശരണനായി വന്നിരിക്കുന്ന ചിരഞ്ജീവിയെ നാം സഹായിക്കണം. അതും കേട്ട ശേഷൻ രാജാവ് നാലാമത്തെ ക്രൂരലോചനന്റെ അഭിമതം ചോദിച്ചു. അയാളും മുമ്പ് സംസാരിച്ചവരെ പോലെ തന്നെ ശരണാഗതനെ അഭയം കൊടുക്കണമെന്ന് അഭിപ്രായപ്പെട്ടു. തുടർന്ന് അഞ്ചാം മന്ത്രിയായ രക്താക്ഷനോട് ചോദിച്ചപ്പോൾ അയാൾ മാത്രം വ്യത്യസ്തമായിട്ടാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഇവരാരും പറഞ്ഞതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. ഇതൊക്കെ ശത്രുക്കളുടെ കപടതന്ത്രമാവാനാണ് വഴി. ആഹാ, അത് കേട്ട് വിശ്വസിക്കുന്നവർ മൂഢരായിത്തീരും. ഉദാഹരണമായി ഞാനൊരു കഥ പറയാം എന്ന് അദ്ദേഹം ഒരു കഥ പറയാൻ തുടങ്ങി. കഥ നമുക്ക് പിന്നീട് പറയാല്ലേ.